ഹലോ ഗൈസ്, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫേസ് പാക്കാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു ഫേസ് പാക്ക്. ഇതേ നോക്കിയേ, എൻ്റെ മുഖത്ത് കുറേ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു പാക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ വൈറ്റനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമുക്ക് കാപ്പിപ്പൊടി എന്തൊക്കെ ഐറ്റംസ് ആണ് പറയുന്നത്. കാപ്പിപ്പൊടി വേണം, പഞ്ചസാര, പിന്നെ തൈര്. ഈ 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിലോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലോട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടാം. കാപ്പിപ്പൊടി കുറച്ചിട്ടാൽ മതിയേ, ഇത് മതി, ഒരുപാടൊന്നും വേണ്ട. ഓക്കെ, ഈ കാപ്പിപ്പൊടി നമ്മൾ ഉണക്കി പൊടിച്ച കാപ്പിപ്പൊടിയാണ്. കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർത്ത കാപ്പിപ്പൊടിയല്ല, നമ്മളിവിടെ ഉണക്കിയ കാപ്പിപ്പൊടിയാണ്, ഉണക്കി പൊടിച്ച കാപ്പിപ്പൊടിയാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇത്ര മതിയാവും. പഞ്ചസാര ഇട്ടു. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ തൈര് ചേർക്കാം. പാലൊക്കെ ആണെങ്കിലും സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കാപ്പിപ്പൊടി നല്ലതാണ് നമ്മുടെ മുഖത്തിനായാലും ഒരു വെട്ടവും തെളിച്ചവും ഒരു ലൈറ്റനിങ്ങും എല്ലാം വരാനായിട്ട്, ഇതെല്ലാം ഒന്ന് തന്നെ ഒക്കെ വരാനായിട്ട് നല്ലതാണ്. നല്ലൊരു സ്മൂത്തനിങ് ഗ്ലോയ് ഒക്കെ കിട്ടും. ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ മുഖം കഴുകി കഴിഞ്ഞ് നമുക്ക് തക്കാളിപ്പഴം, പച്ചയല്ല, നല്ല തക്കാളിപ്പഴം എടുത്തിട്ട് നമ്മൾ മുഖത്ത് നല്ലതായിട്ട് ഉരച്ച് എന്നിട്ട് അതും കൂടെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് അതും കൂടി കഴുകി കളയുമ്പോഴത്തേന് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ആ പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിലായി. ഓക്കെ, അപ്പം നമ്മുടെ പാക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വലിയ വില കൊടുത്തൊന്നും നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങി നമ്മുടെ മുഖമൊക്കെ കേടാക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ചെറുപയർ പൊടി, പിള്ളേർ ഇവിടെ കിടന്ന് അലക്കുന്നുണ്ട്, സോറി. ചെറുപയർ പൊടിയൊക്കെ ഇതിലൊക്കെ മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല വൈറ്റനിങ്ങിന് നല്ലതാണ് ചെറുപയർ പൊടിയൊക്കെ. നമ്മളുള്ള കടച്ചാതി സാധനങ്ങളൊന്നും ഇട്ട് നമ്മുടെ മുഖം വെറുതെ മോശമാക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഇടാം. ഓക്കെ, നമുക്ക് എങ്ങനെ തുടങ്ങും? കഴിക്കണം. ഈ സാധനം ഡ്രസ്സിൽ ഇടായിരിക്കാം. തുണി ഇടട്ടെ. ഓക്കെ, എന്നെ കണ്ട ആരും പേടിക്കരുത്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലതാണ്. ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടതൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു തരി പോലും ഇല്ല. ഒരു 10-15 മിനിറ്റ് നമ്മൾ എത്ര നേരം ഇരിക്കുന്നോ അത്ര നേരം നല്ലതാണ്. കാപ്പിപ്പൊടി അല്ലെങ്കിലും നല്ലതല്ലേ. നമുക്കിവിടെ കാപ്പിയുണ്ട്. കാപ്പി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാപ്പിപ്പൊടി കിട്ടും. നല്ല കാപ്പിപ്പൊടി. പിരികത്തിലൊന്നും തേക്കണ്ട, പിരികം കണ്ണിൻ്റെ അകത്തൊന്നും തേക്കരുതാരും. ഉണ്ടാക്കിയത് കൂടിപ്പോയി. അമ്മ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അമ്മയുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും എടുത്ത് ഇരിക്കണം. ആരും എന്നെ കണ്ട് പേടിക്കരുത്, ഞാൻ നരഭൂജിയോ ഒന്നുമല്ല. നിന്ദ അസ്തന സുഖവേ. ഓക്കെ, നോക്കും, ഞാൻ ചിരിച്ചാൽ മാത്രം എൻ്റെ പല്ല് കാണും. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് പേടിയാവും. ഇങ്ങനെയൊക്കെ മുഖത്തിട്ടിട്ട് ഇതാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്, മുഖത്തൊക്കെ ഓരോ സാധനങ്ങൾ വാരി തേക്കുകയാണെന്നുണ്ടെങ്കിൽ പെരക്കകത്ത് കയറിയിരിക്കണം, മറ്റുള്ളവർ കാണല്ലെന്ന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കഴുത്തിലൊക്കെ തേക്കണം, പക്ഷെ ഞാൻ തേക്കുന്നില്ല.
പേടിക്കരുതേ, ഞാൻ തന്നെ കാത്തി. നല്ല നിങ്ങൾക്ക് വേണോ പാക്ക്? എന്നാ വാ, നമുക്ക് അവർക്കും കൂടി പാക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബഹളമൊന്നും വെക്കല്ല. നമുക്ക് പിള്ളേർക്കാണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുക. പിള്ളേർക്കൊരു മോഹം ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേന് അങ്ങനെ ഇരിക്കാനായിട്ട്. മണിക്കുട്ടൻ അടങ്ങിയിരിക്കൂ. പഞ്ചസാരയുടെ മധുരം കാണും, തിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇച്ചിരി വായിൽ പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിള്ളേരുടെ മുഖത്ത് നമുക്ക് നാച്ചുറൽ ഗ്ലോ വരുത്താം. ഈ തലമുടിയൊക്കെ മാറ്റുമോ? അത് തൈരാണ്. ചിന്ന ചേച്ചിയുടെ മുഖം നല്ലതായിട്ട് നമുക്ക് ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആവാനായിട്ടാണ് നമ്മളിത് തേക്കുന്നത്. നല്ലൊരു കുഞ്ഞുങ്ങളുടെ മുഖം അല്ലെങ്കിൽ സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇടുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആകും. നോക്കൂ, മുഖം നോക്കൂ, നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഉണങ്ങുന്നുണ്ട്. മണ്ടയ്ക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ടാണ് പിന്നെയും ഇങ്ങനെ ഉണങ്ങാത്ത രീതിയിൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വല്ല പണിയും ചെയ്തുകൊണ്ട് നടന്നാൽ ആ സമയം കൂടെ വെക്കുള്ളൂ. കൂട്ട് ബാക്കി ഇരിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വേല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരാൾ പാക്ക് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ബാക്കി തൈരും കൂടി തിന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പം നല്ല ഭംഗിയുണ്ട് ചിന്നുട്ടിയെ കാണാൻ. ടിൻഡിടിൻ. അപ്പോൾ ഇതൊരു 30 മിനിറ്റായി ഞാൻ ഇതിൻ്റെ പുറത്ത് ഇട്ടുകൊണ്ടിരുന്നിരുന്നു ആണ്. പിന്നെ ഇടയ്ക്കൊന്ന് ഞാൻ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കുറേ നേരമായിട്ടുണ്ട്. ഇനി നമ്മളിത് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്യണം. മനസ്സിലായോ? ഇതിങ്ങനെ ചെയ്യണം. നമ്മുടെ മുഖത്തെ ഓരോ കുരുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാരയുടെ ചെറിയൊരു തരിയും അതുകൊണ്ടൊക്കെ മുഖം നല്ലതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരച്ചങ്ങോട്ട് തേക്കണം. നമ്മുടെ ഇവിടെ ഈ ബ്ലാക്ക് ഡോട്ട്സ് മൊത്തം പെട്ടെന്ന് പോകുന്നൊന്നും അല്ല പറയുന്നത്, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണം, നല്ലതാണ്. എന്നും ഒന്നും ചെയ്യത്തില്ല. എന്നും ചെയ്താൽ അമ്മയുടെ കാപ്പിപ്പൊടി തീർന്നെന്ന് പറഞ്ഞ് അമ്മ ബഹളം വെക്കില്ലേ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലും അല്ല 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിത് ഡെയിലി ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിത് തൈരില്ലെങ്കിൽ നമുക്ക് പാല് ചേർക്കാം. പാലില്ലെങ്കിൽ തേനൊക്കെ ചേർത്തിട്ട് അങ്ങനെ തേക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നാരങ്ങ നീര് അങ്ങനെയൊക്കെ തേക്കുന്നവരുണ്ട് കേട്ടോ. പാലായിരിക്കും നല്ല. പാലും തൈരുമാണ് നല്ലത്. പാലൊക്കെ ഈ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനും വൈറ്റനിങ്ങിനും ഒക്കെ നല്ലതാണ് പാല്. നല്ലൊരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. കൊണ്ടുപോകും. നമുക്കിത് ഇട്ടൊന്ന് കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് ഇങ്ങനെ സ്പർശിച്ച് നോക്കണം. നല്ല രസമാണ്. നമ്മുടെ മുഖത്ത് ഇഷ്ടം കൂട്ടി എന്താ പറയുക, ചെറിയ ചെറിയ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തെ കുറേ ആണികൾ കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഈ ഒരയ്ക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു കോയിൻ വല്ലതും എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മോളോട്ട് വെച്ച് നോക്കാം. ഞാൻ കാണിച്ചു തരാമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഇട്ടുപോയില്ലേ. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധനമൊക്കെ പോകാനായിട്ടാണ് ഞാൻ ഈ ഒരയ്ക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലായിടും ഒരച്ച് ശരിയാക്കുക. കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല ബ്ലാക്ക് കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇത് ഒരു തവണ ചെയ്താൽ ഇത് പോവില്ല. അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. എൻ്റെ മുഖത്തൊക്കെ നല്ല രീതിയിൽ കറുത്ത പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പെണ്ണെന്നെ കാണിക്കുന്നതെന്ന് വിചാരിക്കില്ല. എൻ്റെ മോന്ത കണ്ട പിള്ളേരെ. അപ്പം നല്ല രീതിയിൽ ഞാൻ സ്ക്രബ് ചെയ്തു. ഇത് നമുക്ക് ഒന്നെങ്കിൽ നല്ല ഒരു തണുത്ത വെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാം. അപ്പം ഞാൻ കഴുകിയിട്ട് വരാം. ഓക്കെ,
അപ്പം മുഖമൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നറിയില്ല, നല്ല സ്മൂത്ത്നെസ് ഉണ്ട് മുഖത്ത്. നോക്ക് ഇല്ലേ? കുഞ്ഞു മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മുഖം നോക്കാം. നല്ലൊരു സൂപ്പറായിട്ടില്ലേ? തൊട്ട് നോക്കി നീ തന്നെ. നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ട്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തക്കാളി, അമ്മ സാമ്പാറിന് വെച്ചേക്കുന്ന തക്കാളി ഇതെടുത്തിട്ട്, നല്ല തണുപ്പ്, ഫ്രിഡ്ജിലിരുന്ന സാധനം. അയ്യോ ചാറ് പിന്നെ സോറി. നമ്മളിതിങ്ങനെ തരാം. പിന്നെ നല്ല തണുപ്പാണ്, നല്ല രസം. നമ്മൾ മുഖത്തിട്ടിങ്ങനെ എടുക്കണം. കണ്ണിൻ്റെ മണ്ടയും നമ്മുടെ മുഖത്തിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തണുപ്പും നല്ലൊരിത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവിയൊക്കെ പിടിക്കത്തില്ല, ആവിയൊക്കെ പിടിക്കുന്നത് നല്ലതാണ്. ഈ വെള്ളരിക്കായൊക്കെ ആണെങ്കിലും അരിയുമ്പോൾ ആയാലും മുഖത്തോട്ടൊക്കെ അങ്ങ് തേച്ചേക്കണം. നല്ലതാണ് അതൊക്കെ, നല്ല തണുപ്പുള്ള സാധനങ്ങളാണ് അതൊക്കെ. നമുക്ക് ചിന്നോട്ടിക്കും കൂടി തേച്ച് കൊടുക്കാം. നമുക്ക് വേറെ പീസ് കട്ട് ചെയ്തിട്ട് ചിന്നോട്ടിക്കും കൂടി തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ തേച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴുകിക്കളയാം. ഇത്ര മതി. കാരണം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ദിവസവും തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. നമ്മൾ മുഖമൊക്കെ ഗ്ലോ ആക്കി. ഇനി അമ്മ വന്നിട്ട് ബാക്കി കേൾക്കാം. അപ്പം മുഖമൊക്കെ കഴുകി നമ്മുടെ പാവങ്ങളുടെ ഫേസ് പാക്കാണിത്. നോക്ക്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോറി, ബനിയൻ തിരിച്ചാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കഴുകിയോ മുഖം? ചിന്നൂട്ടി മുഖം കഴുകി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിപ്പുണ്ട്. ചിന്നൂട്ടിയുടെ മുഖവും തൂത്ത് കൊടുക്കും. നോക്ക്, ചിന്നൂട്ടിയുടെ മുഖം കുറച്ചുകൂടി ബ്രൈറ്റ് ആയ പോലുണ്ട്. ഞങ്ങളുടെ മുഖം നോക്ക്, ചിന്ന തൊട്ട് നോക്കി. നല്ലൊരു സ്മൂത്ത്നെസ് ഇല്ലേ? അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇത്ര ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പഞ്ചസാരയും കാപ്പിപ്പൊടി മതി. വേറെ തൈരും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട. പഞ്ചസാരയും കാപ്പിപ്പൊടി ഇച്ചിരി വെള്ളം ചേർത്ത് കലക്കി അങ്ങോട്ട് തേച്ച് നല്ല ഒരച്ചങ്ങോട്ട് കഴുകണം. നല്ല ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞിട്ടില്ല ഇവിടെ 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 ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.